ഇത് മാത്രമല്ല, ഇത് ചുരുക്കം ഞാൻ പറഞ്ഞ കുറച്ച് അലവൻസ് ആണ്. ഇതിൽ കൂടുതൽ വരുന്ന സ്പെഷ്യൽ അലവൻസും കാര്യങ്ങളും ഓരോ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ അലവൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഹായ് ആൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ഇൻഷുറൻസ് എക്സാമുകളെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഷുറൻസ് എക്സാമുകൾ ഏതൊക്കെയാണ്, അപ്പോൾ ഇയർലി വൈസ് നമുക്ക് ഏതൊക്കെ എക്സാംസ്, ഏതൊക്കെ ഇൻഷുറൻസ് എക്സാംസ് ആണ് നമുക്ക് വിളിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്ന കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയിരുന്നത് LIC ആണ്, അതായത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് NIACL വരുന്നുണ്ട്, അതായത് ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ വരുന്നുണ്ട്. അതുപോലെ NICL വരുന്നുണ്ട്, നാഷണൽ ഇൻഷുറൻസിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ പേരൊക്കെ നമുക്ക് എവിടെയാ ആക്ച്വലി നമുക്ക് കേൾക്കാൻ പറ്റുന്നത്? അതായത് നമ്മളിപ്പം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാറിൻ്റെ ഇൻഷുറൻസ് അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പേരുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ഓറിയൻ്റൽ ഇൻഷുറൻസിൻ്റെ ഒരു പേര് കേട്ടിട്ടുണ്ടാവും, നാഷണൽ ഇൻഷുറൻസിൻ്റെ കേട്ടിട്ടുണ്ടാവും, ന്യൂ ഇന്ത്യ അഷുറൻസ് കേട്ടിട്ടുണ്ടാവും, അതുപോലെ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇൻഷുറൻസ് കമ്പനീസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒത്തിരി പോസ്റ്റുകൾ വരും, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരും, അതുപോലെ ADO പോസ്റ്റ് നമുക്ക് വരാറുണ്ട്, ഡെവലപ്മെൻറ്റ് ഓഫീസറിൻ്റെ പോസ്റ്റ് വരാറുണ്ട്. അതുകൂടാണ്ട് നമുക്ക് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളും വരാറുണ്ട്. അപ്പം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വർഷം ഏതൊക്കെയാണ്, നമുക്ക് ഓരോ വർഷം ഏതൊക്കെ ഇൻഷുറൻസ് പരീക്ഷകളാണ് വിളിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തേത് LIC AAO. LIC AAനെ പറ്റി അറിയാമല്ലോ, നമ്മുടെ ഒക്ടോബർ 3 എക്സാം നടക്കാൻ പോകുന്ന പരീക്ഷയാണ് ഈ പറയുന്ന അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൻ്റെ പരീക്ഷ. നെക്സ്റ്റ് LIC ADO ആണ്. ADO എന്ന് പറഞ്ഞാൽ അപ്രന്റീസ് ഡെവലപ്മെന്റ് ഓഫീസർ ആണ്. നെക്സ്റ്റ് LIC HFL, അതായത് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിന്റെ ജൂനിയർ അസിസ്റ്റന്റ്. അത് എല്ലാ വർഷവും നമുക്ക് വിളിച്ചു വരുന്ന അല്ലെങ്കിൽ വിളിച്ച് കണ്ടിട്ടുള്ള ഒരു പോസ്റ്റാണ്. നെക്സ്റ്റ് NIACL അസിസ്റ്റന്റ്, അതായത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെത്. നെക്സ്റ്റ് NIACL തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. നെക്സ്റ്റ് NICL AO, അതായത് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. നെക്സ്റ്റ് വരുന്നത് OICL, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. നെക്സ്റ്റ് UIIC AO എന്ന് പറയുന്നത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ AO പോസ്റ്റും അതുപോലെ അസിസ്റ്റന്റ് പോസ്റ്റും പിന്നെ LIC അസിസ്റ്റന്റ് പോസ്റ്റും. ഇതൊക്കെയാണ് നമുക്ക് പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഇൻഷുറൻസ് കമ്പനീസും അതുപോലെ ഇൻഷുറൻസ് എക്സാമുകളും. ഇതിൽ LIC അസിസ്റ്റന്റ് നമുക്കിപ്പം കുറച്ച് നാളായി നമുക്ക് വിളിച്ചിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, എപ്പോൾ വേണേലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഈ പറയുന്ന LIC അസിസ്റ്റന്റിൻ്റെ നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ആദ്യം നമുക്ക് ഈ ഏത് ഇൻഷുറൻസിൻ്റെ ആയിരുന്നാലും അതിൽ വരുന്ന 2 ക്രൈറ്റീരിയാസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഏജ് ക്രൈറ്റീരിയയും ഒന്ന് ക്വാളിഫിക്കേഷനും. ഏജ്, നമ്മൾ ഏതൊരു ഇൻഷുറൻസിൻ്റെ എക്സാം, ഇപ്പോൾ AO ആയിക്കോട്ടെ അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ ഏതിൻ്റെ ആയിരുന്നാലും ഏജ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് മിനിമം ഏജ് 21 വയസ്സും മാക്സിമം ഏജ് 30 വയസ്സും. ചില ഇൻഷുറൻസിന് മാത്രം ഈ പറയുന്ന 21 എന്ന് പറയുന്നത് 18 വയസ്സ് കാണുന്നുണ്ട്. പൊതുവെ 21 to 30 ആണ്. പിന്നെ നമുക്ക് ഈ പറയുന്ന മിനിമം ഒരു 18 വരുന്ന 1-2 ഇൻഷുറൻസിൻ്റെ അസിസ്റ്റന്റ് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഏജ് റിലാക്സേഷൻ വരുമ്പോൾ SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം, PWBD വരുമ്പോൾ ഓരോ കാറ്റഗറി അനുസരിച്ച് മാറും. ഇപ്പോൾ ജനറൽ ആൻഡ് EWS ആണെങ്കിൽ 10 വർഷം വരും, OBC ആണെങ്കിൽ 13 വർഷം വരും, SC/ST ആണെങ്കിൽ ഈ പറയുന്ന 15 വർഷം വരും. അങ്ങനെ PWBD കാറ്റഗറീസ്. പിന്നെ വിമൻസ് വിഡോഡ്, നോട്ട് റീമാരിഡ് അങ്ങനെ വരുന്നവർക്കുള്ള റിലാക്സേഷൻ വരുന്നുണ്ട്. എക്സ് സർവീസ് മെൻ വരുന്ന റിലാക്സേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പൊതുവായിട്ട് പറയുന്ന റിലാക്സേഷൻസിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ആണ്. ഏതൊരു അസിസ്റ്റന്റ് ആയിക്കോട്ടെ, AO ആയിക്കോട്ടെ, ADO ആയിക്കോട്ടെ, ഏതൊരു പോസ്റ്റ് എടുത്താലും ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. എനി ഡിസിപ്ലിനിൽ നിന്നൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി, അതും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ഇന്ത്യ. ഓക്കെ, ഇൻ ഇന്ത്യ, അതാണ് നമുക്കിവിടെ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓരോ പോസ്റ്റായിട്ട് നമുക്ക് നോക്കാം. LIC AO എന്ന് പറയുന്നത് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ്. അപ്പോൾ ഈ AOയുടെ എക്സാം ആണ് ഒക്ടോബർ 3 നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം. സാലറി വൈസ് വരുന്നതും അലവൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം.
ആദ്യം നോക്കിക്കേ, ബേസിക് പേ വന്നിട്ട് 88,635, ഏറ്റവും കൂടുതൽ ഹൈ സാലറി വരുന്നതാണ്. ബേസിക് പേ തന്നെ നമുക്ക് അത്രയും വരുന്നുണ്ട്. കൂടാണ്ട് തന്നെ സ്പെഷ്യൽ അലവൻസ് 8,000 സംതിങ് വരുന്നുണ്ട്, DA ആണെങ്കിൽ 13,000 സംതിങ് വരുന്നുണ്ട്, HRA ആണെങ്കിൽ 6,000 സംതിങ് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ട് അലവൻസ് ആണെങ്കിൽ 3,000 സംതിങ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഏകദേശം 1,20,000 അടുപ്പിച്ച് വരും. ഓക്കെ, അതിൽ ഡിഡക്ഷൻ വരുന്നുണ്ട്, PF, ഇൻകം ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്, പെൻഷൻ, അങ്ങനെ ഡിഡക്ഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അത് ഏകദേശം ഒരു 13,000 രൂപയാണ് ഡിഡക്ഷൻ വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന നെറ്റ് സാലറിയാണ് ഈ പറയുന്ന 1,07,222 രൂപ. അപ്പോൾ 1 lakh പ്ലസ് നമുക്ക് എന്താണ് 1 lakh പ്ലസ് എന്താണ് ഈ പറയുന്ന സാലറി നമുക്ക് കിട്ടുന്ന ഒരു പോസ്റ്റാണ് LIC AAO പോസ്റ്റ്. അപ്പോൾ ഈ പോസ്റ്റിനെ പറ്റി അറിയാൻ പാടില്ലാത്തവർ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇത് കൂടാണ്ട് അലവൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് LIC അസിസ്റ്റന്റ്. ഈ LIC അസിസ്റ്റന്റ് കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് നാളായി നമുക്ക് ഈ ഒരു പോസ്റ്റ് വിളിച്ചിട്ട്, അപ്പം വിളിക്കുമ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള എന്താ പറയുക വേക്കൻസിയോട് കൂടുതൽ നമുക്ക് വിളിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് വിളിക്കുന്നത് ഏകദേശം നമുക്ക് നോക്കുവാണെങ്കിൽ LIC അസിസ്റ്റന്റ് ഈ ഒരു ടൈം പീരീഡിലാണ് വിളിക്കുന്നത്. അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ ഒരു ടൈം പീരീഡിലായിരിക്കണം വിളിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അത് കറക്റ്റായിട്ട് നമുക്ക് എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ പഠിക്കുന്നത് ഇൻഷുറൻസ് എക്സാമിനായാലും ബാങ്ക് എക്സാമിനായാലും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും തന്നെയാണല്ലോ. അപ്പോൾ എപ്പോൾ നമുക്ക് വിളിക്കുന്നോ അപ്പം നമ്മൾ എന്തായിരിക്കണം എക്സാം എഴുതാൻ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് LIC അസിസ്റ്റന്റ് വരുന്ന ബേസിക് പേ നോക്കിക്കേ 38,700 രൂപയാണ്. ഓക്കെ, അവിടെയും DA വരുന്നുണ്ട് 50%, 19,000 സംതിങ്. HRA വരുന്നുണ്ട്, ഓരോ സിറ്റി അനുസരിച്ചിട്ടാണ് 10%, 8%, 7%. ഓക്കെ, ഏകദേശം 3,870 ട്രാൻസ്പോർട്ട് അലവൻസ് വരുന്നുണ്ട് 680, ടെമ്പററി ക്യാഷ് അലവൻസ് വരുന്നുണ്ട് 800, അതുപോലെ കാഡർ സ്പെഷ്യൽ അലവൻസ് വരുന്നുണ്ട് 2,000, ടെക് എക്സാം അലവൻസ് വരുന്നുണ്ട് 555, ടെക് എക്സാം അലവൻസ് അരിയേഴ്സ് ഉണ്ടെങ്കിൽ അത് വരുന്നുണ്ട് 555. അങ്ങനെ ഗ്രോസ് സാലറി നമുക്കൊരു 66,510 ആണ്, 66,510 രൂപ. അതായത് ഒരു ക്ലർക്ക് പോസ്റ്റിനാണ്. ഡിഡക്ഷൻ ഏകദേശം 6,000 സംതിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ അപ്രോക്സിമേറ്റ്ലി കിട്ടുന്ന ഒരു നെറ്റ് സാലറി എന്ന് പറയുന്നത് 59,000 രൂപയാണ് നെറ്റ് സാലറി വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് LIC ADO നോക്കാം. അപ്രന്റീസ് ഡെവലപ്മെന്റ് ഓഫീസർ ആണ്. ഇവിടെ നമുക്ക് ഇതെല്ലാം AO-നെക്കാട്ടിലും താഴെ വരുന്ന ഒരു പോസ്റ്റാണ് ADO പോസ്റ്റ് എന്ന് പറയുന്നത്. ബേസിക് പേ വന്നിട്ട് 21,865 ആണ്. നമുക്ക് നേരെ നമ്മുടെ DNS അലവൻസ് 40%, ഹൗസ് റെന്റ് അലവൻസ് നമുക്ക് വരുന്നുണ്ട്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇൻഹാൻഡ് സാലറി എന്ന് പറയുന്നത് ഏകദേശം 34,000 തൊട്ട് 37,000 അടുപ്പിച്ച് വരും ഒരു ADO പോസ്റ്റുകാരന് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത് LIC എല്ലാം കഴിഞ്ഞു. ഇനി LICയുടെ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിൻ്റെ ജൂനിയർ അസിസ്റ്റന്റ് ആണ്. ഈ ഒരു എക്സാം നമുക്ക് ഏകദേശം നമുക്കൊരു സെപ്റ്റംബർ, ഒക്ടോബർ ഈ മാസങ്ങളിൽ, അതായത് ഈ ഒരു മാസങ്ങളിലാണ് നമുക്ക് ഈ എന്താണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും പരീക്ഷയും കാര്യങ്ങളൊക്കെ വരിക. ഇത് കഴിഞ്ഞ വർഷം നമുക്ക് വിളിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇതിന് ബേസിക് പേ വരുന്നത് ഓരോ സിറ്റി കാറ്റഗറി അനുസരിച്ചിട്ടാണ് കേട്ടോ. സിറ്റി 1, സിറ്റി 2, സിറ്റി 3. അതിൽ ബേസിക് പേ ഏത് സിറ്റി ആയിരുന്നാലും 20,000 തന്നെയാണ് വരിക. പിന്നെ HRA ഓരോ സിറ്റി അനുസരിച്ചിട്ട് മാറും. 4,400 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മെട്രോപൊളിറ്റൻ സിറ്റീസ് വരുന്ന രീതിക്കായിരിക്കാം. 3,600 ഒരു അർബൻ സിറ്റി വരുന്നതായിരിക്കാം. ഒരു റൂറൽ ആയിരിക്കും 3,000 വരിക. നെക്സ്റ്റ് അതർ ബെനിഫിറ്റ്സ് വരുമ്പം ബാക്കിയുള്ള ബെനിഫിറ്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്ന എമൗണ്ട് കാര്യങ്ങളും. അതുപോലെ PF ഡിഡക്ഷൻസ് ആണ് ഓരോന്നിനും. അത് എല്ലാത്തിനും സെയിം തന്നെയാണ് PF ഡിഡക്ഷൻ വരിക. ടോട്ടൽ മന്ത്ലി എന്ന് പറയുന്നത് 35,200 രൂപയാണ്. 33,600 രൂപയാണ് സിറ്റി 2. സിറ്റി 3 ആണെങ്കിൽ 32,400 രൂപയാണ്. അതായത് ഇൻഹാൻഡ് കിട്ടുന്നത് 32,800 രൂപയാണ്. ഏതാണ് സിറ്റി 1-ന്. സിറ്റി 2-ക്കാണെങ്കിൽ 31,200 രൂപയും സിറ്റി 3-നാണെങ്കിൽ 30,000 രൂപയാണ് ഇൻഹാൻഡ് സാലറി. അതായത് ടാക്സസും കാര്യങ്ങളൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻഹാൻഡ് സാലറിയുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു LIC HFL അസിസ്റ്റൻ്റ് ആയിട്ട് കയറി കഴിഞ്ഞാലും ഇൻഹാൻഡ് നമുക്കൊരു 35+ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 30+ നമുക്ക് എന്താണ് ഏൺ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. അപ്പോൾ നല്ല നല്ല പോസ്റ്റുകളാണ് കേട്ടോ. ഈ പോസ്റ്റുകളെ പറ്റിയൊക്കെ അറിയാം. ഓക്കെ, അറിയാൻ പാടില്ലാത്തവരൊക്കെ അറിയാം.
ഓക്കെ, NICL അസിസ്റ്റന്റ് കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് NICL അസിസ്റ്റന്റ് വരുന്നത് ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ നമുക്ക് സാധ്യതയുള്ളത്. അപ്പം ഇനി വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് NICL അസിസ്റ്റന്റ്. അപ്പോൾ ഇവിടുത്തെ പേ സ്കെയിൽ വന്നിട്ട് 22,405 നമുക്ക് പേ സ്കെയിൽ തുടങ്ങുന്നത്. അതുപോലെ ടോട്ടൽ സാലറി നമുക്ക് ഈ പറയുന്ന 40,000 രൂപയാണ് നമ്മുടെ ഈ പറയുന്ന ടോട്ടൽ സാലറി കാര്യങ്ങളും NICL അസിസ്റ്റന്റിന് വരിക. ഇനി നെക്സ്റ്റ് നമ്മുടെ NIACL AO ആണ്. ഇതിന്റെ എക്സാംസ് ആണ് നമുക്കിപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്, സെപ്റ്റംബറിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിലാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ എപ്പോഴും വരുന്നത്. അപ്പം ഇവിടുത്തെ ബേസിക് പേ വന്നിട്ട് 50,925 ആണ്. അങ്ങനെ നെറ്റ് പേ നമ്മുടെ, അതായത് എല്ലാ TDSും കഴിഞ്ഞ് ഗ്രോസ് സാലറി 84,000 സംതിങ് വരും. അപ്പോൾ ബാക്കി ഡിഡക്ഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതാണ് 73,550 രൂപയാണ് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് പറയുന്നത്. അപ്പോൾ അവിടെയും ഡിയർനെസ് അലവൻസ് ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്, കൺവീനിയൻസ് അലവൻസ് ഉണ്ട്, അങ്ങനെയുള്ള അലവൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇനി NICL AO ആണ്. NICL എന്ന് പറയുന്നത് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ AO ആണ്. അപ്പോൾ ഇതും നമുക്ക് ഏകദേശം നമ്മുടെ എക്സാമും കാര്യങ്ങളും ഒക്കെ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എക്സാമും കാര്യങ്ങളൊക്കെയാണ് NICL AO എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തത് 50,925 തന്നെയാണ്. ഇതിൽ ഗ്രോസ് സാലറി വന്നിട്ട് 85,000 രൂപയാണ് ഗ്രോസ് സാലറി. ഇനി ഇതിന് ഡിഡക്ഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 75+ ആയിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടാനുള്ള സാധ്യത. ഓക്കെ, ഇനി OICL AO ആണ്. OICL AO നമ്മുടെ എക്സാംസും കാര്യങ്ങളും എല്ലാ വർഷവും വിളിക്കുന്നതാണ് AO പോസ്റ്റ്. അപ്പോൾ OICLന്റെ പേ സ്കെയിൽ വന്നിട്ട് നേരത്തെ പറഞ്ഞ അതേ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ബേസിക്. അതുപോലെ അപ്രോക്സിമേറ്റ്ലി 85,000 ആണ് ടോട്ടൽ എമോൾമെന്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഗ്രോസ് എമൗണ്ട് നമുക്ക് ഈ പറയുന്ന 85,000 ആണ്. അതുപോലെ നമ്മുടെ കയ്യിൽ ഒരു ഏകദേശം 75+ നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് OICL, അതായത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഒരു AO പോസ്റ്റ്. ഇനി UIIC AO ആണ്, അതായത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ AO പോസ്റ്റ് ആണ്. ഇവിടുത്തെ ബേസിക് സാലറി എന്ന് പറയുന്നത് ഈ സെയിം ബേസ് സാലറി 50,925 ആണ്. അതുപോലെ സാലറി മെട്രോപൊളിറ്റൻ സെന്റേഴ്സ് വരുമ്പോഴത്തേക്കും 88,000 ആയിരിക്കും നമുക്ക് വരിക. കൂടാതെ അലവൻസും ബെനിഫിറ്റും പറയുമ്പോൾ മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്, നാഷണൽ പെൻഷൻ സിസ്റ്റം ഉണ്ട്, LTS ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ഈ പറയുന്ന UIC AOക്ക് വരുന്നുണ്ട്. ഇനി UIIC അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലും നമുക്കിത് രണ്ടും ഏകദേശം ഈ ഒരു സമയത്ത്, അതായത് ജാനുവരി ടു ഏപ്രിൽ ആ ഒരു സമയങ്ങളിലാണ് നമുക്ക് ഈ പറയുന്ന പോസ്റ്റുകൾ വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 22,000 to 62,000 ആണ് നമുക്ക് വരിക. അതായത് ബേസിക് പേ 22,405 ആണ്. എന്നിട്ട് ടോട്ടൽ എമോൾമെന്റ്, അതായത് നമ്മുടെ ഇൻഹാൻസ് സാലറി ഏകദേശം 37,000 അടുപ്പിച്ച് നമുക്ക് ഈ UIIC അസിസ്റ്റന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയും പോസ്റ്റുകൾ നമുക്ക് കറക്റ്റായിട്ട്, അതായത് ഇൻഷുറൻസിൽ ഇത്രയും എക്സാംസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വർഷം വരാനിരിക്കുന്ന ഒത്തിരി പരീക്ഷകളും ഈ വർഷത്തിന് ലാസ്റ്റ് വരാനിരിക്കുന്ന പരീക്ഷകളും നമുക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തിക്കോളൂ. എപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നോ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഒരു 2 months കഴിഞ്ഞിട്ടായിരിക്കും എക്സാം വരുന്നത്. അപ്പോൾ നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി റെഡി ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഓൾ ത്രൂ ഇയർ നമുക്ക് എക്സാംസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നമുക്ക് നിർത്തി പോകേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിന്റെ അലവൻസും കാര്യങ്ങളും നോക്കാം. ടോട്ടൽ നമുക്ക് എന്തൊക്കെ അലവൻസ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഡിയർനെസ് അലവൻസ് വരുന്നുണ്ട്, ഹൗസ് റെന്റ് അലവൻസ് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ട് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, അതുപോലെ ന്യൂസ് പേപ്പർ അലവൻസ്, അലവൻസ് ഫോർ ഫർണിഷിംഗ് ഓഫ് റെസിഡൻസ്. നമ്മുടെ റെസിഡൻസിനെ ഫർണിഷ് ചെയ്യാനുള്ള അലവൻസും കിട്ടും. കൂടാണ്ട് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഉണ്ട്, ഹോസ്പിറ്റലൈസേഷൻ ഫെസിലിറ്റി. നമുക്ക് മാത്രമല്ല, നമ്മൾ ആശ്രയിച്ച് നിൽക്കുന്ന നമ്മുടെ ഡിപ്പെൻഡൻസിനും മെഡിക്കൽ ഫെസിലിറ്റീസ് കാര്യങ്ങളും കിട്ടും. അതുപോലെ ലോൺസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതായത് ഒരു കൺസെഷണൽ റേറ്റ്, വളരെ ചെറിയ ഇൻട്രസ്റ്റിനായിരിക്കും ആ ലോൺ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അത് ഹൗസിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കാർ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ, അതുപോലെ ഡിജിറ്റൽ ആക്സസറീസ് വാങ്ങിക്കാനുള്ള ലോണ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ LICയിലെ ഇൻഷുറൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇൻഷുറൻസ് എക്സാം എഴുതിയ പോസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് മാത്രമല്ല, ഇത് ചുരുക്കം ഞാൻ പറഞ്ഞ കുറച്ച് അലവൻസ് ആണ്. ഇതിൽ കൂടുതൽ വരുന്ന സ്പെഷ്യൽ അലവൻസും കാര്യങ്ങളും ഓരോ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ അലവൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തുകൊണ്ടും നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല
പോസ്റ്റുകളിൽ ഒന്ന് നമ്മുടെ ഇൻഷുറൻസ് എക്സാമും വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ എപ്പോഴൊക്കെയാണ് നമ്മുടെ വിളിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ടൈമിൽ നമ്മൾ പോകുന്നതായിരിക്കും. വിളിക്കുന്ന ഉടനെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മുടെ ഇൻഷുറൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ബാങ്ക് എക്സാംസ് തന്നെയാണ് നമ്മുടെ ഇൻഷുറൻസ് എക്സാം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ബാങ്ക് ബാഷ് അല്ലെങ്കിൽ ഗോൾഡ് ബാഷ് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നവാരംഭം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ബാങ്ക് ബാഷ് ബാങ്കിൻ്റെ ഗോൾഡ് ബാഷ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ സ്പെഷ്യലായിട്ട് വരുന്ന എല്ലാ ഗോൾഡ് ബാഷിൽ കിട്ടുന്ന ലൈവ് റെക്കോർഡ്, അതുപോലെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, അൺലിമിറ്റഡ് മോക്ക് ടെസ്റ്റുകൾ, മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാണ്ട് തന്നെ നിങ്ങൾ വൺസ് ആ ബാഷ് പർച്ചേസ് ചെയ്തു എന്നുണ്ടെങ്കിൽ 1 year വാലിഡിറ്റി ആണ്. നിങ്ങൾ ആ കറക്റ്റായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, മെൻറ്റേഴ്സ് പറയുന്ന ടാസ്ക് കാര്യങ്ങളൊക്കെ 85% മേലെ നിങ്ങളത് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കൂടി ആ ബാച്ച് റിന്യൂ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈഫ് ടൈം വാട്സാപ്പ് ഗ്രൂപ്പ് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക. ഇനി വരാനിരിക്കുന്ന പരീക്ഷ, അടുത്ത് വരുന്ന പരീക്ഷ. അപ്പോൾ നിങ്ങളെ പഠിത്തം നല്ലപോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതൊരു തുടക്കമാണ്, തുടക്കം കുറിക്കട്ടെ. നല്ലപോലെ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത വർഷം നിങ്ങൾക്കത് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളത് സെറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാഷിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. ആ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം അറ്റാച്ച്ഡ് ആയിരിക്കും, അതിൽ നിങ്ങൾക്ക് എഴുതി വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ ഫോളോ ചെയ്തേക്കുക. ഇനി ബാങ്കിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന RBIയുടെ RBI പറ്റി അറിയണോ, അല്ലെങ്കിൽ ഇപ്പോൾ IBPS RRB പറ്റി അറിയണോ, SBI പറ്റി അറിയണോ, അങ്ങനെ എന്ത് പോസ്റ്റുകളെ പറ്റി നിങ്ങൾക്ക് അറിയണോ അതെല്ലാം നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.